ഗർഭിണിയായ സോന കാറിനുള്ളിൽ വെന്തുമരിച്ച സംഭവം കൊലപാതകമാണെന്ന സംശയം ബലപ്പെടുകയാണ്. ഭർത്താവ് രജിൻലാലിന്റെ മൊഴികളിലെ വൈരുദ്ധ്യവും സംഭവസ്ഥലത്തെ ദുരൂഹതകളും വിരൽ ചൂണ്ടുന്നത് ആസൂത്രിതമായ ഒരു ക്രൂരതയിലേക്കാണ്. സോനയും രജിൻലാലും തമ്മിലുള്ളത് കനത്ത പ്രതിസന്ധികളെ അതിജീവിച്ച പ്രണയവിവാഹമായിരുന്നു. രജിൻലാൽ ഗൾഫിലായിരുന്ന സമയത്താണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. പരസ്പരം ജീവനായി കണ്ട ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് രജിന്റെ മനസ്സ് മാറി. മറ്റൊരാളിലേക്ക് രജിന്റെ ശ്രദ്ധ തിരിഞ്ഞതോടെ പ്രണയം കടുത്ത പരീക്ഷണത്തിലായി. മറ്റൊരു യുവതിയുമായി രജിൻലാൽ അടുത്തതും അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും സോനയെ തകർത്തു കളഞ്ഞിരുന്നു. വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവിൽ സോന വടകര റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ വരെ ശ്രമിച്ചിരുന്നു. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ വച്ച് നടന്ന കൗൺസിലിംഗിലും മധ്യസ്ഥ ചർച്ചയ്ക്കും ഒടുവിലാണ് സോനയെ തന്നെ വിവാഹം കഴിക്കാമെന്ന് രജിൻ സമ്മതിച്ചത്. ഈ ബന്ധത്തോട് ഇരു കുടുംബങ്ങൾക്കും കടുത്ത എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ എതിർപ്പുകളെല്ലാം അവഗണിച്ച് 2023 ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തു. വിവാഹശേഷവും കുടുംബജീവിതം അത്ര സുഗമമായിരുന്നില്ല എന്നാണ് സൂചനകൾ. ഇതിനിടയിലാണ് സോന ഗർഭിണിയാകുന്നത്. ഒരു പുതിയ ജീവനായുള്ള കാത്തിരിപ്പിനിടയിലാണ് ആരെയും നടുക്കുന്ന ദുരന്തം കാറിന്റെ രൂപത്തിൽ എത്തിയത്. തൊട്ടടുത്ത തോടിന് സമീപത്തേക്ക് കാർ എത്തിയപ്പോഴാണ് പെട്ടെന്ന് തീപിടുത്തമുണ്ടായത് എന്നാണ് രജിൻലാൽ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴിയിലാണ് പോലീസിനും ബന്ധുക്കൾക്കും ആദ്യം സംശയം തോന്നിയത്. കൃത്യമായി തോടിനടുത്തെത്തിയപ്പോൾ എങ്ങനെ കാർ കത്തിച്ചാമ്പലായി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ രജിന് കഴിയുമായിരുന്നില്ല. അപകടമാണെങ്കിൽ രക്ഷപ്പെടാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നതും ദുരൂഹമാണ്. തീപിടിച്ചയുടനെ കാറിൽ നിന്നും രജിൻലാൽ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഗർഭിണിയായ ഭാര്യയെ രക്ഷിക്കാൻ ഇയാൾ കാര്യമായ ശ്രമം നടത്തിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു സാധാരണ അപകടത്തിൽ കാറിനുള്ളിൽ നിന്നും തീ ഉയരുമ്പോൾ കൂടെയുള്ളയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സ്വാഭാവികമായ പ്രതികരണം രജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നത് സംശയങ്ങളുടെ ആക്കം കൂട്ടുന്നു. കാറിനുള്ളിൽ തീ പടരാൻ ഉപയോഗിച്ച ഇന്ധനത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പിടിച്ചതെന്ന വാദം പ്രാഥമികമായ പരിശോധനയിൽ തന്നെ വിദഗ്ധർ തള്ളിക്കളയുന്നുണ്ട്. വളരെ പെട്ടെന്ന് കാർ ആകെ വിഴുങ്ങത്തക്ക രീതിയിൽ തീ പടരണമെങ്കിൽ കാറിനുള്ളിൽ മറ്റെന്തെങ്കിലും ജ്വലന വസ്തുക്കൾ ഉണ്ടായിരുന്നിരിക്കണം. ഈ ഒരു നിഗമനത്തിലാണ് ഫോറൻസിക് സംഘം. രജിൻലാലിന് മറ്റൊരു യുവതിയുമായുണ്ടായിരുന്ന ബന്ധം വിവാഹശേഷവും തുടർന്നിരുന്നോ എന്ന കാര്യവും പോലീസ് സജീവമായി അന്വേഷിക്കുന്നുണ്ട്. സോനയുടെ ഗർഭധാരണവും കുടുംബത്തിലെ പുതിയ സാഹചര്യങ്ങളും രജിന് ബാധ്യതയായി മാറിയിരുന്നോ എന്ന സംശയവും ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നു. സോനയെ ഇല്ലാതാക്കി തന്റെ പഴയ പ്രണയത്തിലേക്ക് മടങ്ങാനുള്ള ആസൂത്രിത നീക്കമായിരുന്നോ ഇതെന്ന് നാട്ടുകാരും സംശയിക്കുന്നു.